സ്കൂൾ കോളേജ് എല്ലാവിധ യൂണിഫോമുകളും ഗുണനിലവാരത്തോടെ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ലക്ഷ്മി സിൽക്സ്, താളം തിയേറ്ററിന് സമീപം ഓട്ടുപാറ. ഷൊർണൂർ കാരക്കാട് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ട് ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സുകൃത ഹോമം, സുദർശന ഹോമം, തിലഹോമം, സായുജ്യ പൂജ എന്നിവയും പ്രധാന വഴിപാടുകളായി നടന്നിരുന്നു. ബുധനാഴ്ച രാവിലെ 10:30ഓടെയാണ് ആനയോട്ട് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ഔഷധ സേവയും ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. കർക്കിടക ബാവുബലിക്ക് പിതൃമോക്ഷ ശാന്തിക്കായി പ്രത്യേക തിലഹോമവും സായുജ്യ പൂജയും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. കൂടാതെ ക്ഷേത്രത്തിൽ എല്ലാ 38 ശനിയാഴ്ച ദിവസങ്ങളിലും കരിങ്കുട്ടി സ്വാമിക്ക് പ്രത്യേക പാനകക്കുട നിവേദ്യം ഉണ്ടായിരിക്കുന്നതാണ്. രോഗശാന്തിക്കും മാറാവ്യാധികൾക്കും പ്രശസ്തമായ വഴിപാടാണിത്. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ഗുരുതി പൂജയും ഗുരുതി പുഷ്പാഞ്ജലിയും മുട്ടറുത്ത് ഫലം പറയലും നടക്കാറുണ്ട്. കൂടാതെ രാവിലെ 11 മണി മുതൽ രാശി ചിന്തനയും വിവിധ പരിഹാര പൂജകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ജ്യോത്സ്യന്മാരുടെ ചാർത്തുപ്രകാരം വീടുകളിൽ പോയി ചെയ്യുന്ന ഭുവനേശ്വരി പൂജയും നടത്തുവാൻ സൗകര്യമുണ്ട്. കാരക്കാട് ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഇന്ന് ഇപ്പോൾ ക്ഷേത്രപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും നടന്നു വരുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട്, തുടർന്ന് വിശേഷ പൂജകൾ, അതുപോലെ തന്നെ പുത്തിരി, നിറ പുത്തിരി, അതുപോലെ വിശേഷമായുള്ള ഈ ഔഷധ സേവ, ഔഷധക്കഞ്ഞി, അങ്ങനെയൊക്കെയുള്ള പ്രസാദൂട്ടുകൾ, ഹോമങ്ങൾ തുടങ്ങിയ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതുപോലെ തന്നെ വിശേഷമായിട്ട് ഇവിടുത്തെ ദേവതാ സങ്കല്പത്തിലുള്ള എല്ലാ പ്രതിഷ്ഠകൾക്കും ഭദ്രകാളി, ഭുവനേശ്വരി, അതുപോലെ തന്നെ ഗുരു യോഗീശ്വരന്മാർ, അവർക്കൊക്കെയുള്ള കലശപൂജകൾ, കലശാഭിഷേകം, അതുപോലെ തന്നെ വിശേഷമായിട്ട് കരിങ്കുട്ടി മൂർത്തിക്ക് 108 കലശങ്ങൾ അഭിഷേകം, അങ്ങനെയുള്ള വിശേഷ പൂജകളാണ് ഇന്ന് നടത്തുന്നത്. പ്രസാദൂട്ടമൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ആനയൂട്ടും ഗണപതി ഹോമമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നേ ഇവിടെ ഉത്സവമായിട്ട് 2 ദിവസം നടന്നു. അന്ന് പിന്നെ കലശങ്ങളും അതുപോലെ തന്നെ ഗുരുതിയും പിന്നെ കലശ പൂജകൾ, പ്രതിഷ്ഠാ ദിനത്തിന് അങ്ങനെയുള്ള വിശേഷ പൂജകളൊക്കെ നടന്നു വരാറുണ്ട്. ഇപ്പോൾ ധാരാളം ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വളരെ സന്തോഷത്തിലും അതുപോലെ തന്നെ വളരെ അഭിവൃദ്ധിയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷ്ഠാ സമയത്തൊക്കെ വളരെ ഒരു സദസ്സ് വളരെ സൃഷ്ടിച്ച ഭക്തജനങ്ങളുടെയൊക്കെ അഭാവം, ആ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ധാരാളം പൂജകളും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെയും ഒക്കെ സാന്നിധ്യം അവർ ദിവസം തൊഴുത് വന്ന് പ്രാർത്ഥന ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു വളർന്ന് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ.